ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗം അക്ഷരാർത്ഥത്തിൽ തന്നെ യാതൊരു മര്യാദയും പാലിക്കാതെ നടത്തിയ ഒരു ആക്രമണമാണ്. വാനരരും ലക്ഷ്മണനുമടക്കം മുഴുവൻ ആളുകളും, ശ്രീരാമപക്ഷത്ത് ഉള്ള ശ്രീരാമദേവനും വിഭീഷണൻ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും ബോധരഹിതരായി കൊല്ലപ്പെട്ട അവസ്ഥയിൽ വീണു. ശ്രീരാമദേവൻ ആയുധപൂജയ്ക്കായി സ്ഥലത്തില്ലാതെ ഇരുന്നു, കുറച്ച് അകലെയായിരുന്നു ആയുധപൂജ നടത്താൻ പോയത്. വിഭീഷണൻ ചില വാനരന്മാരെയും വിളിച്ച് ഇവർക്ക് ആവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ ശേഖരിക്കാൻ പോയിരുന്നു. അതുകൊണ്ട് വിഭീഷണനോടൊപ്പം പോയ വാനരം ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും, മുഴുവൻ വാനരരും ഈ ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിൽ വീണു. ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിൽ തങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ നശിപ്പിച്ചു എന്ന ആഹ്ലാദത്തിൽ രാവണൻ ലങ്കയിൽ ആഘോഷ പരിപാടികൾ നടത്തുവാൻ ആഹ്വാനം ചെയ്തു. എങ്ങും ആഘോഷമായി. രാവണൻ്റെ സദസ്സിൽ ദേവനർത്തകിമാരായ രംഭ, തിലോത്തമ, ഉർവശി, മേനക ഇവരെയൊക്കെ വിളിച്ചു വരുത്തി നൃത്തം ചെയ്യിപ്പിക്കും. കാരണം ഇവരെല്ലാം രാവണൻ്റെ അടിമകളാണല്ലോ. വിളിച്ചു വരുത്തി ദേവനർത്തകിമാരുടെ നൃത്തവും ഒപ്പം രാക്ഷസ സ്ത്രീകളുടെ നൃത്തവും തുടങ്ങി. അവരെല്ലാം നല്ല നിലയിൽ മദ്യസേവ നടത്തിയിട്ടാണ് നൃത്തം ചെയ്യുന്നത്. ഒരു വരി എഴുതി കഴിഞ്ഞപ്പോൾ രാവണനും അവരോടൊപ്പം ചേർന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. അത്ര ആഹ്ലാദത്തിലായി അവരുടെ ആ ഒരു ആഹ്ലാദം. കാരണം ഇനി ശ്രീരാമനെ മാത്രമല്ലേ വധിക്കാനുള്ളൂ, ബാക്കി മുഴുവൻ ആളുകളും വധിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു ആഹ്ലാദം ലങ്കയിൽ കൊട്ടാരത്തിൽ ഇങ്ങനെ അലയടിച്ചു വന്നു. ഈ സമയമാണ് വിഭീഷണൻ അവിടെ ഭക്ഷ്യവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതിനു ശേഷം മടങ്ങി വരുന്നത്. അപ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. വിഭീഷണൻ അറിയാം ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചതാണെന്ന് മനസ്സിലായി. വിഭീഷണൻ ആദ്യം കാണുന്നത് ലക്ഷ്മണനെയാണ്. ലക്ഷ്മണൻ ഇങ്ങനെ തറയിൽ കിടക്കുകയാണ്. അറിയാതെ നിലവിളിച്ചു പോയി ലക്ഷ്മണൻ ഈ കിടക്കുന്നത് കണ്ട്. പക്ഷെ ലക്ഷ്മണൻ ഒന്നും സംഭവിക്കില്ല എന്ന് തൻ്റെ ഉപബോധ മനസ്സ് പറയുന്നുണ്ട്. വിഭീഷണൻ ലോകത്ത് ആർക്കും ലക്ഷ്മണനെ വധിക്കാനാവില്ല എന്ന് തിരിച്ചറിയാമെങ്കിലും ലക്ഷ്മണൻ കൊല്ലപ്പെടുന്ന അവസ്ഥയിലാണ്, കൊല്ലപ്പെട്ട നിലയിലാണ്. വിഭീഷണൻ തൻ്റെ ഉത്തരീയമെടുത്ത് ലക്ഷ്മണൻ്റെ തല പിടിച്ചു പൊക്കി അതിൽ കിടത്തി. അത് കഴിഞ്ഞ് ലക്ഷ്മണൻ്റെ ദേഹത്തെ പിടിച്ചു നോക്കുമ്പോൾ അനക്കമുണ്ട്. കുറച്ചു മുന്നോട്ട് നീങ്ങുമ്പോൾ ഹനുമാൻ അവിടെ കിടക്കുന്നു. ഹനുമാൻ്റെ ദേഹത്ത് നിന്ന് പിടിച്ചു നോക്കുമ്പോൾ ഹനുമാന് ചെറിയ അനക്കമുണ്ട്. ഹനുമാൻ്റെ മുഖത്തേക്ക് വിഭീഷണൻ വെള്ളം തെളിച്ചു. രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് ഹനുമാൻ. എല്ലാവരും രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. ഹനുമാൻ പതുക്കെ ഒന്ന് ഉണർന്ന് എണീറ്റു. ഉണർന്നു. ഈ സമയം ജാംബവാൻ, കപികുല ശ്രേഷ്ഠനായ ജാംബവാൻ അവിടെ ഞരങ്ങുന്നതും അനങ്ങുന്നതുമായ ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കി.
ജാംബവാന് കണ്ണു തുറക്കാൻ നിവൃത്തിയില്ല. കണ്ണിലൂടെ ഇങ്ങനെ രക്തം ഒലിക്കുകയാണ്, ദേഹം മുഴുവൻ രക്തമാണ്. ജാംബവാനെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ജാംബവാൻ എണീച്ചു. ഈ സമയം ജാംബവാൻ ചോദിച്ചു, ഹനുമാൻ ഉണ്ടോ എന്ന്. ഹനുമാൻ ഉണ്ടോ, ഹനുമാൻ ഹനുമാൻ ഉണ്ടോ, ഹനുമാൻ ഉണ്ടോ എന്ന് ജാംബവാൻ ചോദിച്ചു. ജാംബവാൻ മറ്റാരെക്കുറിച്ച് ചോദിക്കുന്നില്ല, ശ്രീരാമദേവനെക്കുറിച്ചോ ലക്ഷ്മണനെക്കുറിച്ചോ സുഗ്രീവനെക്കുറിച്ചോ ഒന്നും ചോദിക്കും. ഹനുമാനുണ്ടോ, ഹനുമാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വിഭീഷണൻ പെട്ടെന്ന് ചോദിച്ചു, എന്താണ് അങ്ങ് ഹനുമാനെക്കുറിച്ച് മാത്രം തിരക്കുന്നത്? അപ്പോൾ ജാംബവാൻ പറഞ്ഞു, ഹനുമാൻ ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും സംഭവിക്കത്തില്ല. ഹനുമാൻ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നാം ദുഃഖിക്കേണ്ടതുള്ളൂ. ഹനുമാൻ ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞൊടിയിടയിൽ ഹനുമാൻ ജാംബവാന്റെ മുന്നിലേക്കെത്തി. വന്ന് ജാംബവാനെ നമസ്കരിച്ചു. ജാംബവാൻ പറഞ്ഞു, ഹനുമാൻ, നീ ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന സമയമായിരിക്കുകയാണ്. നീ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ ഇപ്പം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. നീ ഉടൻ തന്നെ കൈലാസത്തിനും അപ്പുറമുള്ള ഹിമവാനെ കടന്ന് കൈലാസത്തിനും അപ്പുറമുള്ള ഋഷഭാദ്രിയിൽ പോകണം. ഋഷഭാദ്രിയിൽ പോയി അവിടെ മരുത്വാമലയുണ്ട്. ആ മരുത്വാമലയിൽ നിന്ന് 4 മരുന്ന് കൊണ്ടുവരണം. ആ മരുന്ന് അവിടെ മാത്രമേ കിട്ടൂ. ഔഷധ സസ്യങ്ങൾ കൊണ്ടുവരണം. ആ 4 മരുന്നുകൾ, ഒന്ന് വിശല്യശരണി, 2 സന്ധാനകരണി, 3 സുവർണകരണി, 4 മൃതസഞ്ജീവനി. ഈ 4 മരുന്നുകളും ഉള്ള പർവ്വതമാണ് മരുത്വാമല. ഋഷഭാദ്രിയിൽ ചെന്നാൽ മാത്രമേ ഇത് എടുക്കാൻ കഴിയൂ. നീ ഉടൻ പോകണം. ഉടൻ തന്നെ ഹനുമാൻ സർവശക്തിയുമെടുത്ത് മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി അലറി വിളിച്ചു. വിശ്വരൂപമെടുത്തിട്ട് അവിടുന്ന് ഒരൊറ്റ ചാട്ടം. അപ്പോൾ ഈ ഹനുമാന്റെ അതിവേഗത്തിൽ മരുത്വാമലയിലേക്ക് പോകുന്ന വിവരം രാവണൻ ദൂതന്മാർ മുഖേന ഉടൻ അറിഞ്ഞു. മരുത്വാമലയിൽ പോയി ഹനുമാൻ മരുന്ന് കൊണ്ടുവന്നാൽ ഈ കൊല്ലപ്പെട്ടവരെയൊക്കെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് രാവണനും അറിയാം. സാധാരണ ആർക്കും തന്നെ അവിടെ പോയി ഈ മരുന്നുകൾ ശേഖരിച്ചു വരാനാവില്ല. അത് ഏതൊക്കെ മരുന്നാണ് ജീവൻ വീണ്ടെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചും അറിയില്ല, രാവണനും അറിയില്ല. അവിടെ വിശിഷ്ടമായ മരുന്നുണ്ട് എന്നറിയാം. അവിടെ പോയി മരുന്നെടുക്കാൻ അറിയാമായിരുന്നെങ്കിൽ രാവണൻ നേരത്തെ രാക്ഷസർ കൊല്ലപ്പെടുന്ന അവസരങ്ങൾ അവിടെ പോയി മരുന്നെടുക്കുമായിരുന്നല്ലോ. രാവണൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന വലിയ പോരാളിയാണല്ലോ. പക്ഷെ രാവണനും അതറിയില്ല. ഇവിടെ പോയി എന്ത് മരുന്നാണ് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ മരുത്വാമലയിൽ മരുന്നെടുക്കാൻ ഹനുമാൻ പോയി എന്ന് ദൂതന്മാർ പറഞ്ഞ് രാവണൻ അറിഞ്ഞു. അപ്പോൾ ഈ മരുന്ന് സമയത്തിന് കൊണ്ടുവന്നില്ല എങ്കിൽ ഇതിന് ഉപയോഗമില്ല. ഇപ്പോൾ അബോധാവസ്ഥ കിടക്കുന്ന ആളുകളൊക്കെ കൊല്ലപ്പെടും. അത് ജാംബവാൻ ഹനുമാനോട് പറയുകയും ചെയ്തു. വേഗത്തിൽ എത്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഫലമുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം രാവണൻ ബുദ്ധിമാനാണല്ലോ. രാവണൻ അറിയാം
ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രയോഗമേറ്റ് അബോധാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തികൾ എത്ര സമയം കഴിഞ്ഞാൽ അവരുടെ ജീവൻ വെടിയുമെന്നുള്ളതിനെക്കുറിച്ച് രാവണൻ അറിയാം. അപ്പം ഹനുമാനെ തടയണം, ഹനുമാനെ താമസിപ്പിക്കണം, മരുന്ന് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ഹനുമാന് വേണ്ടി തടസ്സങ്ങൾ സൃഷ്ടിക്കണം. അതിന് രാവണൻ നേരെ രാവണൻ്റെ അമ്മാവന് കലനേമിയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് രാവിലെയാണ്, അതിരാവിലെയാണ് ചെന്ന് ചക്രവർത്തി അമ്മാവൻ്റെ വസതിയിലേക്ക്, രാവണൻ്റെ അമ്മാവനാണ് മരീചിനെ പോലെ ചെന്നപ്പോൾ ചക്രവർത്തി വന്നപ്പോൾ അസ്വാഭാവികമായ വരവാണല്ലോ. സാധാരണ നിലയിൽ രാവണൻ ഇങ്ങനെ തങ്ങളുടെ ഭവനങ്ങളൊന്നും സന്ദർശിക്കാറില്ല. കാലനമിയുടെ ഭവനത്തിലേക്ക് ചക്രവർത്തി കടന്നു വന്നപ്പോൾ കാലനമിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. വളരെ ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തി. അപ്പോൾ കാലനേമിയോട് രാവണൻ പറഞ്ഞു, നാം യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മണനും വാനരടക്കം മുഴുവൻ പേരെയും വധിച്ചു. ശ്രീരാമൻ അവിടെ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നാളെ നമ്മുടെ പുത്രൻ മേഘനാഥൻ ശ്രീരാമൻ്റെ കഥയും കഴിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ കൽനേമിക്ക് അറിയാം ഇതാരാണ്, എന്താണ് ഇങ്ങനെ അപകടകരമായ അവസ്ഥയിലൂടെയാണ് ലങ്ക വിട്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അറിയാം. ഇപ്പം കാൽനേമി പറഞ്ഞു, നമ്മുടെ ബന്ധുജനങ്ങൾ ധാരാളമായി വധിക്കപ്പെട്ടല്ലോ, ലക്ഷോപലക്ഷം സൈനികരും വധിക്കപ്പെട്ടു. ഈ സാഹസമൊക്കെ വേണമായിരുന്നോ? അവരുമായി ഒരു ധാരണയെത്താൻ കഴിയില്ലേ? സീതാദേവിയെ മോചിപ്പിച്ച് അതിന് ഒരു അന്ത്യം കുറിക്കരുതോ? രാവണൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറി. രാവണൻ പറഞ്ഞു, ഞാൻ വന്നത് ഈ ഉപദേശം കേൾക്കാനല്ല, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അമ്മാവനോട് സംസാരിക്കുന്ന രീതി അങ്ങ് മാറി. അപ്പോൾ കാൽനേമി കരുതി, ഞാൻ അനുസരിക്കാതിരുന്നാൽ രാവണൻ എന്നെ വധിക്കും. അപ്പോൾ രാവണൻ പറയുന്നത് കേൾക്കുക എന്നുള്ളത് എന്നെ തീരുമാനിച്ചു. അങ്ങനെ കാൽനേമിയോട് പറഞ്ഞു, മരുത്വാമലയിൽ ഹനുമാൻ മരുന്നെടുക്കാൻ പോയിരിക്കുകയാണ്, ഹനുമാനെ തടയണം. കാൽനേമി ഇങ്ങനെ പല വേഷം മാറുവാൻ, മായാജാലങ്ങൾ കാട്ടുവാൻ പ്രാപ്തിയുള്ള ഒരു വലിയ രാക്ഷസനാണ്. ശരവേഗത്തിൽ യാത്ര ചെയ്യുവാൻ കഴിയുന്ന, ധാരാളം വൈഭവങ്ങൾ കൈവശമുള്ള ഒരു രാക്ഷസനാണ്. അത് തടയണം. സന്യാസിയായി അവിടെ ചെന്ന് ഹനുമാനെ തടയണം. ഹനുമാനോട് വിളിച്ചിരുത്തി വർത്തമാനം പറഞ്ഞ് സമയം ദീർഘിപ്പിക്കണം. സ്വാഭാവികമായി അപ്പോൾ മരുത്വാമലയിലെ മരുന്ന് കൊണ്ടുവരാൻ കഴിയില്ല. വാസ്തവത്തിൽ ഇത് കേട്ടപ്പോൾ കാൽനേമിക്ക് ഉള്ളിൽ ഇത് വളരെ തരംതാണ ഒരു കാര്യമായിട്ടാണ് കാൽനേമിക്ക് തോന്നിയതെങ്കിൽ തന്നെയും കാൽനേമി സമ്മതിച്ചു. അപ്പോൾ തന്നെ കാൽനേമി കൈലാസത്തിന് താഴ്വരയിലേക്ക് യാത്രയായി. ഹനുമാൻ ഇങ്ങനെ കടന്നു വരുമ്പോഴുണ്ട് ഒരു ആശ്രമം. ഇവിടെ ഇങ്ങനെ ഒരു ആശ്രമം നോക്കിയപ്പോൾ വളരെ വൃദ്ധനായ ഒരു സന്യാസി അവിടെ ഇരിക്കുന്നു.
ആ സന്യാസി കണ്ടു കളയാം എന്ന് കരുതി ഹനുമാൻ നേരെ ആ സന്യാസിയുടെ അടുത്തേക്ക് ചെന്നു. ആ സന്യാസി വളരെ സ്നേഹപൂർവ്വം ഹനുമാനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഹനുമാൻ പറഞ്ഞു, കുടിക്കാൻ വെള്ളം എവിടെ കിട്ടുമെന്ന് വെച്ചു. അപ്പോൾ സന്യാസിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പുരോഹിത യുവാവ്, ആ പുരോഹിത യുവാവ് യുവബ്രഹ്മചാരിയാണ്. ഹനുമാനോടൊപ്പം കൂട്ടിവിട്ടു. വെള്ളം കുടിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ കുറച്ച് അകലെയാണെന്ന് പറഞ്ഞു. ഹനുമാൻ ആ യുവാവിനോടൊപ്പം നടന്ന് കുറച്ചകലെ ചെന്നപ്പോൾ ഒരു തടാകം കണ്ടു. വളരെ മനോഹരമായ തടാകം. ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോഴുണ്ട് പെട്ടെന്ന് വായും പൊളിച്ച് ഭീകരരൂപിയായ ഒരു മുതല, ഒരു മകരി പെൺമുതല വായും പൊളിച്ചിങ്ങനെ ഹനുമാനെ ഭക്ഷിക്കാനായി മുന്നോട്ടെടുത്ത് ചാടി. ഹനുമാൻ പെട്ടെന്ന് അതിൻ്റെ രണ്ട് ഭാഗത്തേക്കും വലിച്ച് കീറി അതിനെ വധിച്ചു. വധിച്ചു കഴിഞ്ഞപ്പോഴുണ്ട് അതിൽ നിന്നൊരു അതിമനോഹരിയായ ഗന്ധർവ സ്ത്രീ ഉയർന്നു വന്നു. ഹനുമാൻ അത്ഭുതപ്പെട്ടു. ഇത് കൊള്ളാമല്ലോ. മുതലയെ വലിച്ചു കീറിയപ്പോൾ അവിടെ ഒരു ഗന്ധർവ സ്ത്രീ. ഗന്ധർവ സ്ത്രീ ഹനുമാനെ നമസ്കരിച്ചു. ആ സ്ത്രീ പറഞ്ഞു, നാം ധന്യമാലി എന്ന് പറയുന്ന ഗന്ധർവ സ്ത്രീയാണ്. ഒരിക്കൽ കൈലാസത്തിന് സമീപം വെച്ച് നാം നടന്നു വരവേ ദുർവാസാവ മഹർഷി അതുവഴി വന്നു. നാം ദുർവാസാവ മഹർഷിയെ വാസ്തവത്തിൽ ശ്രദ്ധിച്ചില്ല. നമ്മുടെ ബോധപൂർവമായ അനാദരവ് കാരണമാണ് ശ്രദ്ധിക്കാതിരുന്നത് എന്ന് തോന്നിയ ദുർവാസാവ മഹർഷി നമ്മെ ശപിച്ച് ഇങ്ങനെ ഈ തടാകത്തിലെ മകരിയാക്കുകയാണ് ചെയ്തത്. പെൺമുതലയാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നാം ദുർവാസാ മഹർഷിയോട് നമ്മെ ഇതിൽ നിന്ന് മോചിപ്പിക്കണം, നാം അറിയാതെ ചെയ്തു പോയ തെറ്റാണ്, തെറ്റ് നാം ബോധപൂർവമല്ല, നാം അറിയാതെ പറ്റിയ പിഴവാണ്, അങ്ങനെ പ്രാർത്ഥിച്ച് വളരെ ദയനീയമായി പറഞ്ഞപ്പോൾ ദുർവാസാ മഹർഷി പറഞ്ഞു, ത്രേതായുഗത്തിൽ ശ്രീരാമഭക്തനായ മാരുതി ഇതുവഴി വരും, മരുത്വമലയിലേക്ക് പോകാനായി. ആ സമയം അയാൾ ഈ തടാകത്തിൽ വെള്ളം കുടിക്കാൻ വരും. അന്ന് നിന്നെ വധിക്കും, നിനക്ക് ശാപമോചനം ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ആ വരവും പ്രതീക്ഷിച്ചാണ് നാം ഇവിടെ ഇത്രയും കാലം കഴിഞ്ഞത്. അങ്ങയുടെ വരവും പ്രതീക്ഷിച്ചാണ് കഴിഞ്ഞത്. നമുക്ക് ശാപമോക്ഷം കിട്ടിയിരിക്കുന്നു. വളരെ വളരെ പുണ്യം എന്നിങ്ങനെ ധന്യമാലി പറഞ്ഞിട്ട് ധന്യമാലി പറഞ്ഞു, അങ്ങേ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ച സന്യാസി യഥാർത്ഥ സന്യാസിയല്ല, അത് രാവണൻ അങ്ങേ തടയാൻ വേണ്ടി അയച്ചിരിക്കുന്ന കാലനേമി എന്ന് പറയുന്ന കൊടും ഭീകരനായ രാക്ഷസനാണ്, മായാവിയാണ്. ഔഷധം ശേഖരിക്കുന്നതിൽ നിന്ന് തടയുവാൻ വേണ്ടി, താമസിപ്പിക്കുവാൻ വേണ്ടി ഉള്ള ഒരു കുതന്ത്രമാണ് അത് എന്ന് ധന്യമാലി ഹനുമാനോട് പറഞ്ഞു. ഹനുമാൻ വളരെ വേഗം മടങ്ങിച്ചെന്ന് ഈ സന്യാസിയോട് സംസാരിക്കാൻ തുടങ്ങുകയും സന്യാസി എന്തോ പറയുവാനായി കുഞ്ഞപ്പോൾ ഹനുമാൻ രണ്ടിടി. അപ്പോൾ കഴിഞ്ഞു, കാലനേമിയുടെ കഥ കഴിഞ്ഞു. കാലനേമി മറ്റേ സഹായിയെ വന്ന രാക്ഷസനെയും വധിച്ചതിന് ശേഷം നേരെ
വൃഷഭാദ്രിയിൽ കടന്ന് മരുത്വമലയിൽ എത്തിച്ചേർന്നു. അപ്പം മരുത്വമലയിൽ എത്തിച്ചേർന്നപ്പം ഇവിടെ ഇതിനിടയിൽ ഇത്രയും സംഭവങ്ങൾ നടന്നപ്പോൾ വന്ന ഈ ഔഷധങ്ങളുടെ പേര് മറന്നുപോയി. കുറേ സമയത്ത് ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. പെട്ടെന്ന് ദേഷ്യം വന്ന് കുത്തിയങ്ങെടുത്തു. മരുത്വാമല ഒന്നാകെ കുത്തിയെടുത്തു. എടുത്തിങ്ങനെ തോളിൽ വെച്ചു. ചന്ദ്രക്കല കൊണ്ടുവരുന്ന പോലെ ഹനുമാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഇതിനിടയിൽ ആയുധപൂജ കഴിഞ്ഞ് മടങ്ങിയത്തിൽ ശ്രീരാമൻ കാണുന്നത് സകലരും ഈ വിധത്തിൽ ബ്രഹ്മാസ്ത്ര പ്രഹരമേറ്റ് കിടക്കുന്നതാണ് കണ്ടത്. ലക്ഷ്മണൻ്റെ അവസ്ഥ കണ്ടപ്പോൾ പെട്ടെന്ന് സ്വന്തം സഹോദരനാണല്ലോ, ഈ വിധത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല, വല്ലാണ്ട് അസ്വസ്ഥനായി. പക്ഷേ ലക്ഷ്മണനെ ആർക്കും വധിക്കാനാവില്ല എന്നും വധിക്കാൻ കഴിയില്ല എന്നും ശ്രീരാമദേവൻ അറിയാം. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ഇങ്ങനെ ഹനുമാൻ ഔഷധം ശേഖരിക്കാനായി പോയിരിക്കുകയാണ് അവിടെ. അപ്പോൾ ശ്രീരാമദേവൻ ചോദിച്ചു, ഋഷഭാദ്രിയിലേക്കാണ് പോയത് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു നിൽക്കുന്ന സമയമുണ്ട് വടക്കുന്ന ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. ഹനുമാൻ്റെ വരവ്, ഒച്ച വെച്ചുകൊണ്ടാണ് വരവ്. അപ്പോൾ ഹനുമാൻ ഇങ്ങനെ മലയും കൊണ്ടുള്ള വരവാണ്, വളരെ വായുവികത്ത് വരികയാണ്. വന്ന് അത് അടുത്തെത്തുന്നതോട് ഭയങ്കര പ്രകാശമാണ്. ആ മരുത്വാമലയുടെ വരവ് തന്നെ വലിയൊരു പ്രകാശം. ഇത് ഇവിടെ വന്ന് എത്തുന്ന സമയത്ത് തന്നെ അതിൻ്റെ കാറ്റിടിച്ചപ്പോൾ തന്നെ അബോധാവസ്ഥയെ കിടന്ന വാനരൊക്കെ തന്നെ ഉണർന്നു. അതിവിടെ കൊണ്ട് നേരെ ശ്രീരാം പാദങ്ങളിൽ മരുത്വാമല അവിടെ സമർപ്പിച്ചു. ഇതിവിടെ വന്നാൽ ജാമ്പവാൻ അതിൽ നിന്ന് ആവശ്യമായ ഔഷധസസ്യങ്ങളൊക്കെ എടുക്കാൻ അറിയാമല്ലോ, ജാമ്പവാൻ അറിയാമല്ലോ എന്നുള്ള നിലയിലാണ് ആ മരുത്വാമല തന്നെ എടുത്തുകൊണ്ടുവന്നത്. അപ്പോൾ മുഴുവൻ ആൾക്കാരും പുനർജനിച്ചു. എല്ലാവരും നല്ല കാറ്റേറ്റ് ഔഷധ സേവ നടത്തി എല്ലാവരും തന്നെ മുൻപത്തതിനേക്കാളും കൂടുതൽ ഊർജ്ജസ്വലമായി, കൂടുതൽ ആരോഗ്യത്തോടുകൂടി അവർ വീണ്ടും സജീവമായി. ഈ സമയം ഈ വിവരം രാവണൻ്റെ സദസ്സിലറിഞ്ഞു. രാവണൻ ഉടൻ തന്നെ ആഘോഷ പരിപാടി നിർത്തിവെക്കാൻ പറഞ്ഞു. തൻ്റെ രാജസദസ്സ് വിളിച്ചുകൂട്ടിയ സമയം ഓരോരുത്തരോടും അഭിപ്രായം ചോദിക്കാൻ, ഇനി എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായം. 2 പ്രാവശ്യമാണ് മേഘനാഥൻ സർവരെയും കീഴ്പ്പെടുത്തിയത്. അത് വളരെ വേഗം തന്നെ 2 പ്രാവശ്യവും തിരിച്ചു വന്നു. ഇനി എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചപ്പോൾ മാല്യവൻ പറഞ്ഞു, നാം മുൻപ് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇവർ യഥാർത്ഥ മനുഷ്യരല്ല എന്നും ഈ ഹനുമാൻ മരുത്വാമല എടുത്തുകൊണ്ടുവന്ന ഹനുമാൻ സാധാരണ വാനരാണെന്ന് ധരിക്കുന്നുണ്ടോ? ആ ഹനുമാൻ നന്നായിട്ട് പദമൂന്നിയ ലങ്ക വെള്ളത്തിനടിയിലാവും. അത് നാം തിരിച്ചറിയണം. ഹനുമാൻ്റെ ഒരൊറ്റ ചവിട്ടിനില്ല ഈ രാജ്യം. അത്ര കരുത്തനാണ് വായുപുത്രനായ ഹനുമാൻ. ഹനുമാനിൻ്റെ ശക്തി നാം തിരിച്ചറിഞ്ഞില്ല. സുഗ്രീവൻ്റെയും നീലൻ്റെയും അംഗദൻ്റെയും ശക്തി നാം തിരിച്ചറിഞ്ഞില്ല. ലക്ഷ്മണൻ്റെ ശക്തി തിരിച്ചറിഞ്ഞില്ല. സാക്ഷാൽ പരമ്പൊരുള് ശ്രീരാമദേവൻ ആരാണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധം അവസാനിപ്പിക്കണം. സീതാദേവിയെ മടക്കി നൽകണം. നാം വീണ്ടും പറയുകയാണ്. നാം പറയുന്നതൊക്കെ കേൾക്കാൻ ദശാനനെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം. കൊല്ലപ്പെട്ട രാക്ഷസരെ കടലിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിക്കുമ്പോൾ അത് ചെയ്യരുതെന്ന് നാം പറഞ്ഞതാണ്. അത് വലിച്ചെറിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഔഷധ സസ്യങ്ങൾ കൊണ്ടുവന്ന സമയത്ത് വാനരർക്ക് ജീവൻ വെച്ചതുപോലെ മുഴുവൻ രാക്ഷസർക്കും ജീവൻ വയ്ക്കുമായിരുന്നു. അതിനുള്ള അവസരവും നീ നഷ്ടപ്പെടുത്തി. ഇത് കേൾക്കുമ്പോൾ രാവണൊരു
കാരണം ഇതെല്ലാം രാവണൻ്റെ ഭാഗത്താണല്ലോ. ഈ തെറ്റുകൾ മുഴുവൻ തെറ്റുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ രാവണൻ്റെ മേൽ ആരോപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. രാവണൻ വളരെ അസ്വസ്ഥമാകുന്നുണ്ട്. പക്ഷെ മുതിർന്ന വ്യക്തിയായതുകൊണ്ട് മാല്യവാൻ പറയുന്നതിനെ ഒന്നും എതിർക്കാനൊന്നും നിവർത്തിയില്ല. ഇങ്ങനെ ക്രോധം കടിച്ചമർത്തിയിരിക്കുക എന്ന് പറയില്ല, ആ നിലയിലുള്ള ഇരിപ്പാണ്. അപ്പോൾ ഇന്ദ്രജിത്ത് ഇടപെട്ടു. ഇന്ദ്രജിത്ത് പറഞ്ഞു, പൂജനീയ പിതാവേ, നാം യുദ്ധത്തിന് പോകാൻ തയ്യാറാണ്. ഇപ്പോൾ ഈ 2 പ്രാവശ്യം അവർ രക്ഷപ്പെട്ടുവെങ്കിൽ അടുത്ത് നമ്മോട് ഏറ്റുമുട്ടുമ്പോൾ ശ്രീരാമനടക്കമുള്ള ആളുകൾ, ശ്രീരാമനടക്കം മുഴുവൻ സേനയും നാം വധിക്കും. ശത്രുപക്ഷത്തെ നാം നാമാവിശേഷമാക്കും. നമ്മുടെ യഥാർത്ഥ യുദ്ധം, ആ യുദ്ധമുറകളും അവർ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് പറഞ്ഞപ്പോൾ രാവണൻ വീണ്ടും സന്തോഷമായി. ഇന്ദ്രജിത്ത് യുദ്ധത്തിന് തയ്യാറെടുത്തു. ഒപ്പം തന്നെ ഇന്ദ്രജിത്ത് ഈ യുദ്ധം നടത്തുന്നതിന് മുമ്പായിട്ട് നികുംബലയിൽ പോയി ഒരു വലിയ പൂജ ചെയ്ത് ശക്തി ആർജിച്ചുകൊണ്ട് വേണം വരേണ്ടത് എന്ന് തീരുമാനിച്ചു. എപ്പോഴും നികുംബലയിൽ പോയി പൂജ ചെയ്ത ശേഷമാണ് വരുന്നത്. പക്ഷേ തന്നെ മരണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ബ്രഹ്മദേവനോടുള്ള ഇന്ദ്രജിത്തിൻ്റെ ഒരു പ്രാർത്ഥന, അഭ്യർത്ഥന, ബ്രഹ്മദേവൻ പറഞ്ഞു അതിന് കഴിയില്ല. അപ്പോൾ ഇന്ദ്രജിത്ത് മറ്റൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. നാം ഹോമം ചെയ്ത് ദേവന്മാരെ പ്രീതിപ്പെടുത്തി വരുമ്പോൾ ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്നു വരുന്ന തേരിൽ കയറി വരുന്ന യുദ്ധം ചെയ്യുകയാണെങ്കിൽ നമ്മെ ആർക്കും വധിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഹോമം അതിലേക്ക് വേണ്ടിയാണ്. ബ്രഹ്മദേവൻ കൊടുത്ത വരം ആരാലും കൊല്ലപ്പെടാതിരിക്കുവാനും തനിക്കെല്ലാവരെയും വധിക്കുവാനും വേണ്ടിയുള്ള ഒരു വലിയ ഹോമമാണ് നികുംബലയിൽ ചെയ്യാൻ ഇന്ദ്രജിത്ത് ആഗ്രഹിച്ചത്. അവിടെ യോഗം ആ നിലയിൽ പുരോഗമിക്കുമേ ഇന്ദ്രജിത്ത് പിതാവിനോടായി ഒരു കാര്യം പറഞ്ഞു. നികുംബലയിൽ നാം പോകുന്ന വിവരം അവരറിഞ്ഞാൽ അവരത് യാഗം മുടക്കും. അവരറിയരുത്. അവരുടെ ശ്രദ്ധ മറ്റെങ്ങോട്ടെങ്കിലും തിരിച്ചുവിടണം. അതിന് നാം ആലോചിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു മാർഗം സീതാദേവിയെ വധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സീതാദേവി വധിക്കുക, ഒരു സീതാരൂപം സൃഷ്ടിച്ച് രഥത്തിൽ യുദ്ധക്കളത്തിലെത്തി സീതാദേവി വധിച്ച ശേഷം നാം അയോധ്യയിലേക്ക് പുറപ്പെടുന്നു എന്ന് പ്രഖ്യാപിക്കുക. അപ്പോൾ അവരെല്ലാം സീതാദേവിയുടെ മരണത്തിൽ ദുഃഖിതരാവുകയും അയോധ്യയിലേക്ക് നാം പോയി എന്ന് കരുതുകയും ചെയ്യും. അപ്പോൾ തടസ്സം കൂടാതെ നമ്മുടെ യാഗം നടത്തുവാൻ കഴിയും. രാവണൻ അത് കേട്ടപ്പോൾ നന്നെ ബോധിച്ചു. അച്ഛനെ പോലെ തന്നെ കുതന്ത്രമാണല്ലോ ഈ പറയുന്നത്, ഇഷ്ടപ്പെട്ടു. യുദ്ധം തുടങ്ങി. ഇന്ദ്രജിത്ത് ഇങ്ങനെ ഭയങ്കരമായ യുദ്ധം ഇങ്ങനെ ആരംഭിച്ചു. ആ സമയമുണ്ട് ഉണർന്നെണീറ്റ വാനരന്മാർ സുഗ്രീവനും അംഗദനും പറഞ്ഞു, ഈ കൊട്ടാരവും കോട്ടകൊത്തളങ്ങളും ഗോപുരങ്ങളും എല്ലാം അടിച്ചു പൊളിക്കാൻ പറഞ്ഞു.
അവർക്കിങ്ങനെ വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ആ കിടങ്ങുകളെല്ലാം തന്നെ ഗോപുരങ്ങളും കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാ മതിൽക്കെട്ടുകളും പൊളിച്ച് അവിടെ അതുകൊണ്ട് നിറച്ചു ഒരു തീ വച്ചു. ഹനുമാൻ അന്ന് ലങ്ക നശിപ്പിച്ചതിനേക്കാളും ഭീകരമായ നിലയിൽ അഗ്നി എല്ലായിടവും വിഴുങ്ങി. ഹനുമാൻ നശിപ്പിച്ച ലങ്ക ദൈത്യശില്പിയായ മയനെ വിളിച്ചു കൊണ്ടുവന്ന് ബ്രഹ്മദേവന്റെ കൽപ്പനയാൽ മുൻപത്തേതിനേക്കാളും മനോഹരമായി നിർമ്മിച്ചു. ആ ലങ്ക തകർത്തു സമ്പൂർണമായി. തീ ആകാശത്തോളം ഉയർന്നു പൊങ്ങി. ഭീകരമായ യുദ്ധം, രാക്ഷസന്മാരും വാനരരും തമ്മിലുള്ള കടുത്ത യുദ്ധം. ഇവരുടെ ആക്രമണം അതുവരെ കൊട്ടാരത്തെ ആക്രമിച്ചില്ലായിരുന്നു. രാക്ഷസർ കൊട്ടാരത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ട്, വളഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ആക്രമണം പോയില്ല. വാനരർ ഇപ്പോൾ കടന്നു ചെന്ന് രാക്ഷസരെയൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് വൻതോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടു. ഇന്ദ്രജിത്തും യുദ്ധത്തിൽ പങ്കാളിയായിക്കൊണ്ട് ഇന്ദ്രജിത്തും പൊരിഞ്ഞ യുദ്ധം തുടങ്ങി. ഇതിനിടയിൽ ഇന്ദ്രജിത്ത് തേരിൽ സീതാദേവിയുടെ രൂപത്തെയും വഹിച്ചുകൊണ്ടുവന്ന് അവിടെ നിന്ന് പ്രഖ്യാപിച്ചു, ഈ ഒരു സ്ത്രീ കാരണമാണല്ലോ ഇവിടെ നടക്കുന്ന പ്രശ്നം മുഴുവൻ. ഈ സ്ത്രീ ഇനി ഇവിടെ ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സീതാദേവി വധിക്കുവാനായി മുന്നോട്ട് വന്നു. ഇത് കണ്ട് ഹനുമാൻ ഞെട്ടി തരിച്ചുപോയി. അരുത് 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 എന്ന് പറഞ്ഞു. സുഗ്രീവനൊക്കെ തന്നെ പറഞ്ഞു, അരുത്, എന്താ കാണിക്കുന്നത്? പതിവ്രതയായ ഒരു സ്ത്രീയെ ഈ വിധത്തിൽ മേഘനാഥ നീ വധിക്കാൻ തുടങ്ങുക എന്ന് പറയുന്നത്, നിന്റെ ധർമ്മനീതികളൊക്കെ എവിടെ പോയി? നീ ഈ കാണിക്കാൻ പോകുന്നത് ശരിയാണോ? നീ എല്ലാ നന്മയുടെയും വർത്തമാനം പറയുന്ന ഒരാളാണല്ലോ, നീ അങ്ങനെ ചെയ്യരുത്. ഹനുമാൻ ഇത് പറയുമ്പോഴൊക്കെ മേഘനാഥൻ്റെ മനസ്സിലറിയാം ഈ പറയുന്നത് ശരിയാണ് എന്നറിയാം. പക്ഷെ മേഘനാഥന് മറ്റൊന്നുകൂടി അറിയാം, ഇത് യഥാർത്ഥ സ്ത്രീ അല്ല എന്നും അറിയാം. ഇത് വ്യാജമായി അവതരിപ്പിച്ചിരിക്കുന്ന സ്ത്രീയാണെന്നറിയാമല്ലോ. സുഗ്രീവനും ഒക്കെ മേഘനാഥനോട് അരുത് അരുതെന്ന് പറയും. മേഘനാഥൻ അവർ പറയുന്നത് കേൾക്കാതെ ഒറ്റവെട്ട് സീതാദേവിയുടെ രൂപത്തെ വെട്ടിമുറിച്ചു, രക്തം തെറിച്ചു. ഇവർ പലരും അബോധാവസ്ഥയിലായി. യുദ്ധക്കളം നടുങ്ങി. ഇന്ദ്രജിത്ത് നേരെ യാഗത്തിനായി പോയി, നെകുംബലയിലേക്ക് പോയി. യുദ്ധക്കളം നടുങ്ങി. എല്ലാവരും, സീതാദേവി കൊല്ലപ്പെട്ടു. അവിടെ നോക്കുമ്പോൾ വിഭീഷണ കാണാനില്ല. അതുവരെ വിഭീഷണ കാണാനില്ല. വിഭീഷണൻ കൂറുമാറിയോ എന്ന് വിചാരിച്ചു. വിഭീഷണൻ ഇവിടെ അല്ലെ, വിഭീഷണൻ മുങ്ങിയോ എന്ന് സംശയമായി. കുറെ കഴിഞ്ഞപ്പോൾ ഉണ്ട് വിഭീഷണൻ വരുന്നത് ചിരിച്ചുകൊണ്ട്. വിഭീഷണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു. ഹനുമാന് ഇതെന്താ ഈ വിഭീഷണൻ ഇങ്ങനെ? രാക്ഷസ രാജാവ് രാക്ഷസരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുകയാണോ എന്നുള്ള മട്ടിലിങ്ങനെ ഹനുമാൻ പെട്ടെന്ന് കൈ തിരുമിക്കൊണ്ട് മുന്നോട്ട് വന്നു. അപ്പോൾ വിഭീഷണൻ കൈകൊട്ടി ചിരിക്കുകയാണ്. എന്താ ഈ കൈകൊട്ടി ചിരിക്കുന്നത്? ഒരു ഭ്രാന്തനെ പോലെ. ഇവിടെ നടന്നൊന്നും വിഭീഷണൻ അറിയുന്നില്ലെന്നുണ്ടോ എന്നുള്ള മട്ടിൽ ഇവരെല്ലാം ശോകമുഖരായിരിക്കുന്നു, വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ആ സമയമാണ് വിഭീഷണൻ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, മേഘനാഥൻ
സീതാദേവിയെയും വഹിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇത് സീതാദേവിയാണെന്ന് നമുക്ക് സംശയം തോന്നി, അല്ലാന്ന് സംശയം തോന്നി. മേഘനാഥൻ്റെ കുതന്ത്രമാണെന്ന് മനസ്സിലായി. നാം നേരെ ഒരു വണ്ടായി അശോകവനത്തിൽ പോയി. അശോകവനത്തിൽ പോയി നമ്മുടെ മകൾ ത്രിജട അവിടെ ഉണ്ടായിരുന്നു, വിളിച്ച് സംസാരിച്ചു. ഈ കാര്യമൊക്കെ പറഞ്ഞു. സീതാദേവി അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്ന കാര്യം നാം കാണുകയും അറിയുകയും ചെയ്തു. സീതാദേവിക്കൊന്നും സംഭവിച്ചത് മേഘനാഥൻ കാട്ടിയ ഒരു വലിയ നാടകമാണ്, മേഘനാഥൻ്റെ മായാവിദ്യയാണ്. മേഘനാഥൻ ഇപ്പോൾ നികുംബലയിൽ യാഗത്തിനായി പോയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ വാനരന്മാർക്ക് വലിയ സന്തോഷമായി. നേരെ ശ്രീരാമദേവൻ്റെ അടുത്തേക്ക് ഇവർ വന്നു പറഞ്ഞു, മേഘനാഥൻ ഒരു വലിയ യാഗം നടത്തുകയാണ്. ആ യാഗത്തിൽ നിന്ന് ഉണ്ടാകാവുന്ന ഫലങ്ങൾ വിഭീഷണൻ സൂചിപ്പിച്ചു. യാഗം മുടക്കണം, ഏത് വിധേന യാഗം മുടക്കണം. യാഗം മുടക്കിയില്ല എങ്കിൽ വലിയ വിപത്തായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നികുംബലയിൽ മേഘനാഥൻ ചുവന്ന പട്ടുടുത്ത് ചുവന്ന പട്ട് തലയിൽ കെട്ടി ദേഹമാസകലം കുങ്കുമം വാരിപ്പൂശി കടുത്ത പ്രാർത്ഥന ഉച്ചത്തിൽ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് സ്ഫുടമായി ചൊല്ലിക്കൊണ്ട് യാഗം ചെയ്യുകയാണ്. ചുറ്റും കനത്ത സുരക്ഷ, രാക്ഷസരുടെ സുരക്ഷ. ആ സുരക്ഷ ഉറുമ്പ് പോലും പ്രവേശിക്കാത്ത നിലയിലുള്ള സുരക്ഷ, കടുത്ത സുരക്ഷ. വിഭീഷണൻ പറഞ്ഞു, യാഗം മുടക്കുവാൻ ഞാനും നിങ്ങളോടൊപ്പം വരാം. സുഗ്രീവനും അംഗദനും ഹനുമാനും ഗവയനും നീലനും സകല വാനര ശ്രേഷ്ഠന്മാരും ലക്ഷ്മണനും ഒക്കെ ചേർന്നുകൊണ്ട് നേരെ പോകാൻ തീരുമാനിച്ചു. ശ്രീരാമൻ്റെ അനുവാദത്തോടുകൂടി ശ്രീരാമദേവൻ പുഞ്ചിരിച്ചു. യാഗം മുടക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുഞ്ചിരിച്ചു, അനുവാദം കൊടുത്തു. ഇവർ നേരെ പോയി. യുദ്ധമായി, കൊടിയ യുദ്ധം. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന രാക്ഷസരുമായി പൊരിഞ്ഞ പോരാട്ടം. ആ പോരാട്ടത്തിനൊടുവിൽ കാവൽ നിന്ന രാക്ഷസർ മുഴുവൻ ആക്രമിക്കപ്പെട്ടു. ഇന്ദ്രജിത്തിന് മനസ്സിലായി താൻ ആക്രമിക്കപ്പെടുന്നുവെന്ന്. ഇന്ദ്രജിത്ത് പുറത്തേക്ക് വന്നു. ഇന്ദ്രജിത്ത് നേരിട്ട് യുദ്ധം തുടങ്ങി. പുറത്തു വന്നാൽ പിന്നെ യാഗം മുടങ്ങിയെന്ന് തെളിവായി. വിഭീഷണൻ പറഞ്ഞു, യാഗം മുടങ്ങി. ഇന്ദ്രജിത്ത് പുറത്തു വന്നു. ഇന്ദ്രജിത്ത് പ്രത്യാക്രമണം തുടങ്ങി. പ്രത്യാക്രമണം തുടങ്ങിയപ്പോൾ ഇന്ദ്രജിത്ത് കാണുന്നത് വിഭീഷണനെയാണ്. ഓ, എൻ്റെ പിതൃവ്യൻ നല്ല ആളാണല്ലോ. സ്വന്തം സന്തതികളെ വധിക്കാൻ വേണ്ടി, സ്വന്തം ബന്ധുജനങ്ങളെ വധിക്കാൻ വേണ്ടി ശത്രുപക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരു പിതൃവ്യൻ ഇങ്ങനെ പുച്ഛസ്വരത്തിൽ സംസാരിച്ചു. ഈ കുലത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശത്രുപക്ഷത്ത് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പിതൃവ്യൻ, ഇതാണൊരു പിതൃവ്യൻ എന്നിങ്ങനെ പറഞ്ഞ് വിഭീഷണനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന വിഭീഷണൻ പറഞ്ഞു, ഞാനല്ല കുലം നശിപ്പിക്കുന്നത്, നിന്റെ അച്ഛനും നീയും കൂടിയാണ്. നാം എത്ര പ്രാവശ്യം പറഞ്ഞു നിന്റെ അച്ഛനോട് ഈ കുലം നശിക്കുമെന്ന്. നാം ആയിരിക്കും കുലത്തെ രക്ഷിക്കുന്നത്. ഈ കുലം രക്ഷിക്കപ്പെടുന്നത് നാമിലൂടെ ആയിരിക്കും. അതിൽക്കാര്യത്തിൽ നീ ഉത്കണ്ഠ വേണ്ട എന്ന് പറഞ്ഞ് പരസ്പരം തർക്കിച്ചതിന് ശേഷം യുദ്ധം തുടങ്ങി. ഇന്ദ്രജിത്ത് കൊടി ആക്രമണം അഴിച്ചുവിട്ടു. പെട്ടെന്ന് മറഞ്ഞു. നേരെ രാവണന്റെ മുന്നിലേക്ക് എത്തി. ഇന്ദ്രജിത്ത് രാവണന്റെ മുന്നിലേക്ക് എത്തി യുദ്ധത്തിന് പോകുന്നതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇന്ദ്രജിത്ത് ഇങ്ങനെ യുദ്ധം നടത്തുമ്പോൾ, ഇന്ദ്രജിത്ത് പല വിധത്തിലുള്ള ആക്രമണങ്ങൾ തുടരുമ്പോൾ
ലക്ഷ്മണനുമായിട്ട് വലിയ പോരാട്ടം നടക്കുകയാണ്. ഇന്ദ്രജിത്ത് നേരെ ചെന്ന് രാവണന്റെ മുന്നിലെത്തി പറഞ്ഞു, പിതാവേ, നാം യുദ്ധത്തിന് പോവുകയാണ്. ദേഹത്ത് കുറേ മുറിവുകളേറ്റിട്ടുണ്ട്, മുറിവോടുകൂടിയാണ് ചെല്ലുന്നത്. യുദ്ധത്തിന് പോവുകയാണ്. പക്ഷേ നാം ഒന്ന് പറയാം, ലക്ഷ്മണൻ മനുഷ്യനല്ല, ശ്രീരാമനും മനുഷ്യനല്ല. ലക്ഷ്മണനെ നേരെ നാം പ്രയോഗിച്ച നാരായണാസ്ത്രം ലക്ഷ്മണനെ പ്രദക്ഷിണം ചെയ്ത് മുകളിലേക്ക് പോയി. നാം പ്രയോഗിച്ച പല ദിവ്യാസ്ത്രങ്ങളും ലക്ഷ്മണന് മേൽ പതിക്കുന്നില്ല. ലക്ഷ്മണൻ സാധാരണ മനുഷ്യനല്ല. പൂജനീയ പിതാവേ, നമുക്ക് ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാം. അങ്ങ് സീതാദേവിയെ മോചിപ്പിക്കണം. ഇപ്പോഴെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനാവൂ. ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. മോചിപ്പിക്കാൻ തയ്യാറാകണം. ഇത് കേട്ട് രാവണൻ പറഞ്ഞു, നീ ഇത്ര ഭീരുവാണ് എന്ന് ഞാൻ കരുതിയില്ല. നിനക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ലെങ്കിൽ നീ യുദ്ധം ചെയ്യണ്ട, നാം യുദ്ധത്തിന് പോകാൻ തയ്യാറാണ് എന്നിങ്ങനെ പറഞ്ഞു. ഒപ്പം രാവണൻ ഒരു കാര്യം പറഞ്ഞു, വേദങ്ങൾ ഉള്ളിടത്തോളം കാലം ശ്രീരാമൻ ഓർമ്മിക്കപ്പെടും, ശ്രീരാമൻ ഉള്ളിടത്തോളം കാലം രാവണൻ ഓർമ്മിപ്പിക്കപ്പെടും. രാവണൻ ഇപ്പോൾ പിൻവാങ്ങിയാലുണ്ടല്ലോ, ദേവന്മാർ നമ്മെ അപഹസിക്കും, ലോകം നമ്മെ അപഹസിക്കും. രാവണൻ അവസാനം വരെ പൊരുതും. നിനക്ക് കഴിയില്ല എങ്കിൽ പറയൂ, നാം യുദ്ധത്തിന് പോകാൻ തയ്യാറാണ്.